മാന്യ പ്രേക്ഷകർക്കും ലൂതറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ സംഘടിപ്പിക്കുന്ന സ്വർഗസുധ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ധ്യാനവചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടിയോളും ഞാനും, ദൈവസന്നിധി തുടങ്ങി 5ഓളം സെഗ്മെന്റുകളാണ് ഈ പ്രോഗ്രാമിൽ അണിനിരക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ സെഗ്മെന്റുകളിലേക്ക് കടക്കാം. ആദ്യ സെഗ്മെന്റ് ധ്യാനവചസ്. ശ്രദ്ധയോടെ നമുക്ക് വചന സന്ദേശത്തിലേക്ക് കടക്കാം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചുരുക്കമായ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന വചനഭാഗം വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലെ ചെറിയൊരു ചോദ്യമാണ്. വിലാപങ്ങൾ 5:20. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നീ സദാകാലത്തേക്കും ഞങ്ങളെ മറന്നിരിക്കുന്നത് എന്ത്? എല്ലാ കാലത്തേക്കും ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്ത്? പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടാതെ നമ്മൾ സുരക്ഷിതരായിരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്. മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കൊരു സുരക്ഷിതത്വം, നമുക്കൊരു സംരക്ഷണം, നമുക്കൊരു പരിപാലനം അത് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൽ നിന്നാണ് ലഭിക്കുക എന്നുള്ളത് വിശ്വാസികളിൽ ഉള്ളതായ ഒരു ചിന്തയാണ്. അതില്ലാത്ത ആളുകൾ, നമ്മൾ അവിശ്വാസികൾ അല്ലെങ്കിൽ നിരീശ്വരന്മാർ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട്. ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളും ഉണ്ട്, പലതരത്തിലുള്ള അനർത്ഥങ്ങളും ഉണ്ട്. അപ്രതീക്ഷിതമായ ആകസ്മികമായ അപകടങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ആഗ്രഹിക്കാത്ത തകർച്ചകളും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസിയാണ് എങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും സദാകാലവും ദൈവം തന്നെ കാത്തുകൊള്ളണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കാത്തത് ഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്: നീ എന്നെ ഇങ്ങനെ പരിപാലിക്കാതെ സംരക്ഷിക്കാതെ വിട്ടുകളഞ്ഞത് എന്ത് എന്ന്. ഈ വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നത് ഒരു കരച്ചിലിൻ്റെ പുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ശ്രേഷ്ഠ പ്രവാചകന്മാരിൽ ഒരാളായ യിരെമ്യാവ് എഴുതിയ ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. 5 ചെറിയ അധ്യായങ്ങളേ ഉള്ളൂ. അത് എഴുതിയിരിക്കുന്ന രീതി കാണുമ്പോൾ നമുക്കറിയാം അതൊരു പാട്ടിൻ്റെ രൂപത്തിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഗദ്യ രൂപത്തിലല്ല, പദ്യരൂപത്തിലാണ്. ഈ പദ്യം എന്ന് പറയുമ്പോഴും അതൊരു വിലാപഗീതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുസ്തകത്തിൻ്റെ പേര് പോലെ തന്നെ യിരെമ്യാവ് എന്ന പ്രവാചകനെക്കുറിച്ച് പൊതുവായി പറയുന്ന ഒരു പ്രയോഗം അവൻ കരയുന്ന പ്രവാചകൻ എന്നാണ്. വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് യിരെമ്യാവ് അറിയപ്പെടുന്നത്. എന്തിനാണ് വിലാപങ്ങൾ അല്ലെങ്കിൽ ഈ കരച്ചിലുകൾ ഉണ്ടാകുന്നത്? എന്തിനാണ് യിരെമ്യാവ് ഇങ്ങനെ കരയുന്നത്? അവൻ തനിക്ക് വേണ്ടി കരഞ്ഞതാണോ? ഒരിക്കലും അല്ല. അവൻ കരഞ്ഞത് ജനത്തിന് വേണ്ടിയാണ്. അവൻ കരഞ്ഞത് ദേശത്തിന് വേണ്ടിയാണ്. നോക്കുക, ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം കൊടുത്ത ദേശവുമൊക്കെ ഇങ്ങനെ തകർന്നും നശിച്ചും പോകുമ്പോൾ, അവർക്ക് നന്മകളൊക്കെ അന്യമായി തീരുമ്പോൾ, ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തുമ്പോൾ, അവരുടെ തെരുവുകളിൽ ആർത്തനാദങ്ങൾ ഉയരുമ്പോൾ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വസ്ഥതകളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ
ജനം ചിതറിപ്പോകുമ്പോൾ, പട്ടണങ്ങൾ ശൂന്യമായി തീരുമ്പോൾ അവിടെയൊക്കെ ഉയരുന്നതായ ഒരു വിലാപമാണ് ഇവിടെ പ്രവാചകൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവിടെ ഒരു കൃത്യമായ ചോദ്യമുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ആ ചോദ്യം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ദേശം ഇങ്ങനെ നശിച്ചുപോയി? എന്തുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ ചിതറപ്പെട്ടു? എന്തുകൊണ്ട് അവരുടെ ജീവിതം ദുരിതപൂർണമായി തീർന്നിരിക്കുന്നു? ഈ 5 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ അനേകം ചോദ്യങ്ങൾ ഇതുപോലെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിലവിളിയോടുകൂടിയ അനേകം വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും മഹത്വത്തോടുകൂടി ഉയർന്നു നിന്നതായ, ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്നതായ, ഏറ്റവും അഭിമാനത്തിൻ്റെ നെറുകയിൽ നിന്നതായ ഈ ജനവും ഈ ദേശവും അവരുടെ ദേവാലയവും ഒക്കെ തകർന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അതിൻ്റെ കാരണം അവരുടെ അകൃത്യം ആയിരുന്നു എന്നുള്ളതാണ്. അവരുടെ അകൃത്യങ്ങൾ, അവരുടെ പാപങ്ങൾ, അവരുടെ അനുസരണക്കേടുകൾ, അതാണ് അവരെ തകർത്ത് കളഞ്ഞത് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. യെശയ്യാവ് പറയുന്നത് പോലെ അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, ദൈവമാരെന്ന് അറിയാതിരിക്കുന്നവർ. ദൈവം തനിക്ക് എല്ലാമായി തിരഞ്ഞെടുത്ത ജനം ഇത്രയും മോശമായ ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ചപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരിക്കലുമില്ല എന്നതാണ് സത്യം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിന്ന്, ദൈവത്തിൻ്റെ കൃപയുടെ നിറവിൽ നിന്ന്, ദൈവം കൊടുക്കുന്ന ആ സുരക്ഷിതത്വത്തിൻ്റെ അനുഭവത്തിൽ നിന്നൊക്കെ മാറി അവർ തങ്ങളെ തന്നെ ഉയർത്തിയും നിഗളികളായും ദൈവസന്നിധിയിൽ അനുസരണം കെട്ടവരായും വഷളത്വം പ്രവർത്തിക്കുന്നവരായും മാറുമ്പോൾ ദൈവം ആര് എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു അധമമായ മനസ്സിൻ്റെ ഉടമകളായി അവർ മാറുമ്പോൾ ദൈവം അവർക്ക് മേൽ ശിക്ഷാവിധി നൽകി എന്നതാണ് സത്യം. പലപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നൽകി അവനെ ഇങ്ങനെ പുലർത്തിക്കൊണ്ടു പോകുമ്പോഴും ദൈവവഴിയിൽ നിന്നും മാറി സഞ്ചരിച്ചിട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ തിന്മകളും പാപങ്ങളും കൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ട് ദൈവകോപത്തിന് ഇരയായിത്തീരുന്ന മനുഷ്യൻ പിന്നീട് വല്ലാതെ അയ്യം വിളിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വല്ലാതെ നിലവിളിക്കുന്നതായി കാണുവാൻ സാധിക്കും. വല്ലാതെ അലറിക്കരഞ്ഞുകൊണ്ട് നീ എന്നെ സദാകാലത്തേക്കും മറന്നുവോ എന്ന് ദൈവത്തോട് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നാം കാണുന്നതായ സംഭവങ്ങളാണ്. നമുക്ക് വേണ്ടുന്നതായ സുരക്ഷിതത്വം തന്ന് നമ്മളെ എല്ലാ ശിക്ഷാവിധിയിൽ നിന്നും വിടുതൽ ചെയ്ത് രക്ഷിച്ച് പരിപാലിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ആശ്രയം വയ്ക്കുവാനായിട്ട് കഴിയണം. നമ്മുടെ എല്ലാ അകൃത്യങ്ങളെയും കാൽവരിയിൽ ചൊരിഞ്ഞ വിശുദ്ധ വിലയേറിയ രക്തത്താൽ മോചിക്കുന്ന, നമ്മെ കഴുകി ശുദ്ധീകരിച്ച് ദൈവഭാഗത്തേക്ക് നമ്മെ പിന്നെയും ചേർത്ത് നിർത്തുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചും ആശ്രയം വെച്ചും ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ചും നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുന്നത്. നാം വിലപിക്കുന്നവരായിട്ടല്ല, സന്തോഷിക്കുന്നവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.
വളരെയധികം ആഴമേറിയ ഒരു ധ്യാന ചിന്തയാണ് നമ്മുടെ മുമ്പിലൂടെ ഇപ്പോൾ കടന്നുപോയത് അല്ലേ? അടുത്തതായി ഒരു മധുരമേറിയ ഒരു പാട്ട് ആസ്വദിച്ചാലോ? ദൈവസംഗീതത്തിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു ഒരു മധുരമായ പാട്ട്. ദൈവസംഗീതത്തിലൂടെ പാട്ട് കേട്ട് എല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണല്ലേ? എന്നാൽ അടുത്ത സെഗ്മെൻറ്റ് വളരെ ശ്രദ്ധയോടെ നാം വീക്ഷിക്കേണ്ട ഒന്നാണ്. താങ്ങുന്ന തകരുന്ന മനസ്സിനെ കൈക്ക് പിടിച്ചുയർത്തുവാൻ കൗൺസിലിങ്ങിന് കൊണ്ട് സാധിക്കും. അതെ, അടുത്തതായി വരുന്നു സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ട് എന്നുള്ള വചനം കേൾക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. അതിബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
അതിബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് അവർ വളരെ ഫ്ലെക്സിബിളാണ്, അഡാപ്റ്റബിളാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏത് ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ, അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കുവാൻ അവരെപ്പോഴും തയ്യാറുള്ളവരാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറയുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് അവർക്കറിയാം. ചില ആൾക്കാർ ഭാവിക്കുന്നത് എനിക്കെല്ലാം അറിയാമെന്നാണ്. എന്നാൽ ഇവർ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ നേരെ തിരിച്ചാണ്. തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല, ഭൂമിയിൽ സൂര്യൻ്റെ കീഴെയുള്ള എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് അവർക്ക് മറ്റാരെക്കാളും നന്നായിട്ട് നല്ലതുപോലെ അറിയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ വളരെ ക്യൂരിയസ് ആണ്. നമ്മൾ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ആലോചിക്കുകയും ചെയ്യും. ഐസക് ന്യൂട്ടൻ്റെ ആപ്പിളിൻ്റെ കഥ നമുക്ക് നല്ലതുപോലെ അറിയാം. ആപ്പിൾ വീഴുന്ന ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സിദ്ധാന്തം അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തെ ക്രമീകരിക്കുവാനായിട്ട് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. അത് നിരീക്ഷണ പാഠവും ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്കറിയാം. അതിബുദ്ധിമാന്മാരുടെ മൂന്നാമത്തെ ലക്ഷണം അതുതന്നെയാണ്. നല്ല നിരീക്ഷണ പാഠവുമുണ്ട്, വളരെ ക്യൂരിയസ് ആണ്. ഏറ്റവും നിസ്സാരമെന്നും മറ്റുള്ളവർ കരുതുന്ന കാര്യങ്ങളോട് പോലും വളരെ ക്യൂരിയസ് ആണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ വളരെ തുറവിയുള്ള അല്ലെങ്കിൽ തുറന്ന മനസ്ഥിതി ഉള്ളവരാണ്. പുതിയ ആശയങ്ങളും ചിന്തകളും തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ അവർ എപ്പോഴും തയ്യാറാണ്. അവർ അടഞ്ഞ മനസ്ഥിതിക്കാരല്ല. അല്ലെങ്കിൽ ചില ആശയങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫണൽ വെച്ച് അല്ലെങ്കിൽ അരിപ്പ വെച്ച് ചില കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളല്ല. എല്ലാ കാര്യങ്ങളും എല്ലാ ആശയങ്ങളും സ്വീകരിക്കുവാനായിട്ട്, ഉൾക്കൊള്ളുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതെന്താണ് ഒരുപക്ഷെ അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണെങ്കിൽ പോലും അതെന്താണ് മനസ്സിലാക്കുവാനായിട്ട് അവർ എപ്പോഴും തയ്യാറായിരിക്കും. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ ഒറ്റയ്ക്കിരിക്കുവാൻ, ഏകാന്തമായി ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആ സമയം അവർ വെറുതെ ഇരിക്കുകയില്ല, സമയം പാഴാക്കുകയില്ല, സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുകയില്ല. മറിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിത കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ലോക കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ചില ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അനുഭവത്തിലായിരിക്കും. നമ്മൾ സ്വന്തം കമ്പനി എന്നൊക്കെ പറയുമല്ലോ, സ്വന്തമായിട്ടിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, മറ്റാരുടെയും സഹവാസമില്ല, ഒറ്റയ്ക്കിരിക്കുവാൻ അവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അടുത്ത കാര്യമെന്ന് പറയുന്നത് അവർ സ്വയം നിയന്ത്രണമുള്ളവരാണ്. തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അവർക്ക് നല്ലതുപോലെ അറിയാം. വളരെ പ്ലാനോടുകൂടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് നല്ലതായിട്ട് സാധിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് അവർ വളരെ വികാരത്തെ ഉൾക്കൊള്ളുന്നവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. നമ്മൾ എമ്പതറ്റിക് എന്ന് പറയുമല്ലോ, മറ്റുള്ളവരുടെ ഷൂസിനകത്ത് കിടന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ ചിന്തയുള്ള അല്ലെങ്കിൽ മനസ്ഥിതിയുള്ള മനുഷ്യരാണ് അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ. അടുത്ത അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പരന്ന വായനയും ആഴത്തിലുള്ള വായനയും ഉണ്ടായിരിക്കും. ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകൾ, പുസ്തകങ്ങളൊക്കെ അവർ വായിക്കാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ചില വിഷയങ്ങളെക്കുറിച്ച്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം കൂടെ അവർ വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ തയ്യാറാണ്. അവർ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ള ചിന്തകൾ ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാം ചില ചുറ്റുവട്ടങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ചില ചതുരങ്ങൾക്കുള്ളിൽ മാത്രം ചിന്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല, അതിന് പുറത്തേക്ക് കടന്ന് ചിന്തിക്കുവാൻ അവർക്ക് താല്പര്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവർ വളരെ താമസിച്ചുറങ്ങുകയും താമസിച്ച് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആളുകൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ, ആ ക്ലോക്കിനെ ബ്രേക്ക് ചെയ്യുവാൻ അവർ എപ്പോഴും ഉത്സുകരായിരിക്കും. വളരെ രസകരമായ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ മൂത്തയാൾ വളരെ ബുദ്ധിമാനായിരിക്കുന്നതാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, എങ്കിലും വളരെ രസകരമായ ഒരു പഠന ചിന്ത അങ്ങനെയാണ് വരുന്നത്. കുടുംബത്തിലെ ഏറ്റവും മൂത്തയാൾ അതിബുദ്ധിമാനായ ആളായിരിക്കും. അടുത്ത കാര്യമെന്ന് പറയുന്നത് ഇവർ പെട്ടെന്ന് ടെൻഷനാകുന്ന ആളുകളായിരിക്കും. ഇവർ വൈകാരികമായി കുറച്ചുകൂടെ റിജിഡായിട്ടുള്ള ആളുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ പെട്ടെന്ന് ടെൻഷനാകുന്ന അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള ആളുകളെന്ന് ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ഫിസിക്കലായിട്ടുള്ളൊരു രീതി ഇങ്ങനെയാണ്. വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സാവധാനത്തിൽ നടക്കുന്നവരായിരിക്കും. ഇവർ ചില ആൾക്കാർ ശ്രദ്ധിച്ചാൽ വളരെ വേഗത്തിൽ നടക്കും, ചില ആൾക്കാർ വളരെ ചിന്തിച്ച് സാവധാനത്തിൽ വളരെ പതുക്കെ, സാധാരണ നോർമലായിട്ടൊരാൾ നടക്കുന്ന സ്പീഡിനേക്കാളും പേസിനേക്കാളും വളരെ കുറച്ച് വളരെ പതുക്കെ നടക്കുന്ന ആളുകൾ. ഈ രണ്ട് എക്സ്ട്രീമിലും അവർ പോകാറുണ്ട് അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രയാസകരമെന്ന് തോന്നുന്ന ഒരുപാട് ചിന്തകൾ അവരുടെ തലയിൽ കൂടെ കടന്നു പോകും. ഇവരോട് സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ വളരെ കൺഫ്യൂഷനാകും. എന്താണ് ഇവർ പറയുന്നത്? എൻ്റെ ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ വിശാലമായ ഉയർന്ന ചിന്തകളാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, അവൻ പറയുന്നത്, അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ബുദ്ധിമാന്മാരുടെ ചിന്തകൾ വളരെ ഉന്നത തലത്തിലുള്ളതായിരിക്കും, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഇതാണ് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ പ്രധാന ചിന്തകൾ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാനായി സാധിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും
താങ്ക് യു. വളരെ അർത്ഥവത്തായതും നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു ടോക്കായിരുന്നു സുബിൻ അച്ഛൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. അതെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവയെ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അടുത്ത് നമ്മുടെ കൊച്ചു കൂട്ടുകാർ കാത്തിരുന്ന സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണോ? സന്തോഷമായിരിക്കുന്നോ? എന്നെ പരിചയപ്പെടുത്തില്ലല്ലേ? എൻ്റെ പേര് മിക്കി. എന്താണ്? മിക്കി. ഞാൻ നിങ്ങളോട് കഥ പറയാനായിട്ടാണ് വന്നത്. നിങ്ങളെ കണ്ടതിൽ എനിക്കും സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കഥ പറയാം. കേൾക്കാൻ ഇഷ്ടമാണോ? ഓക്കെ. ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു കാളക്കുട്ടൻ്റെ കഥയാണ്. ഒരു കാളക്കുട്ടൻ്റെ കഥ. ഒരു യജമാനൻ്റെ സംരക്ഷണത്തിൽ വളർന്ന ഒരു കാളക്കുട്ടൻ. ഒരിക്കൽ ഈ കാളക്കുട്ടൻ ആ യജമാനൻ്റെ അടുത്ത് നിന്നും വഴിതെറ്റി കാട്ടിലെത്തി. എവിടെ എത്തി? ഒരു കാട്ടിലെത്തി. അങ്ങനെ കാട്ടിലെത്തിയ കാളക്കുട്ടി ഈ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. ഹാ, എത്ര വലിയ മരങ്ങളാ, എത്ര നല്ല ഇളം പുല്ലുള്ള സ്ഥലമാ. യജമാനൻ്റെ അടുത്ത് നിൽക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇവിടെ നിൽക്കുന്നത് തന്നെ കാളക്കുട്ടൻ തീരുമാനിച്ചു. അങ്ങനെ കാളക്കുട്ടൻ നല്ല പച്ച പുല്ല് തിന്ന് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴതാ ഒരു സിംഹം കാളക്കുട്ടനെ കണ്ടു. തടിച്ചു കൊഴുത്ത കാളക്കുട്ടൻ. ഇന്ന് ഇവനെ പിടിച്ചാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് നല്ല ആഹാരമായി. അവൻ തീരുമാനിച്ചു. സിംഹം കാളക്കുട്ടിയെ പിടിക്കുവാനായിട്ട് ഓടി അടുത്തു. എന്തോ ഒരു അനക്കം കേട്ട് കാളക്കുട്ടൻ തിരിഞ്ഞു നോക്കി. അപ്പോഴതോ ഒരു വലിയ സിംഹം. അവൻ എന്നെ പിടിക്കാനാണ് വരുന്നത്. കാളക്കുട്ടന് മനസ്സിലായി. കാളക്കുട്ടൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടിയപ്പോൾ പുറകെ കൂടെ ആരുണ്ട്? സിംഹമുണ്ട്. സിംഹവും ഓടി വരുന്നുണ്ട്. കാളക്കുട്ടൻ ഓടി നോക്കുമ്പോൾ ഒരു ഗുഹ. അപ്പോൾ കാളക്കുട്ടനൊരു ഐഡിയ, ഈ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കാം. അങ്ങനെ കാളക്കുട്ടൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. അങ്ങനെ സിംഹം പുറകെ ഓടി വന്ന് നോക്കിയപ്പോൾ കാളക്കുട്ടനെ അവിടെയൊന്നും കാണാനില്ല. കാളയെ അന്വേഷിച്ച് സിംഹം നടന്നു. അപ്പോൾ കാളക്കുട്ടൻ എവിടെയുണ്ട്? ഈ ഗുഹയ്ക്കകത്തുണ്ട്. ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ അവിടെ വേറൊരു കൂട്ടരുണ്ട്. അവരുടെ വീടായിരുന്നു അത്. ആരെന്നറിയാമോ? കുറേ കാട്ടാടുകൾ. കാട്ടിലെ ആടുകളുടെ ഒരു കൂട്ടത്തിൻ്റെ വീടായിരുന്നു ഈ ഗുഹ. അവർക്ക് ഈ കാളക്കുട്ടൻ ഇതിനുള്ളിലേക്ക് വന്നത് അത്ര രസിച്ചില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ കാളക്കുട്ടനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനവർ കാളക്കുട്ടനെ ഇടിക്കാനും കൊമ്പുകൊണ്ട് ഇടിക്കാനും കാലുകൊണ്ട് ചവിട്ടാനൊക്കെ തുടങ്ങി. കാള അതൊന്നും കാര്യമാക്കിയില്ല, പക്ഷെ വേദനിക്കുന്നുണ്ട്. അവൻ തിരിച്ചൊന്നും ഉപദ്രവിക്കാതെ അങ്ങനെ തന്നെ നിന്നു. പക്ഷേ അപ്പോഴൊന്നും ആ കാട്ടിലെ ആടുകൾ ആ ഉപദ്രവം നിർത്തിയൊന്നുമില്ല കേട്ടോ. വീണ്ടും അവർ ഉപദ്രവിച്ചു. അപ്പോൾ ഈ കാളക്കുട്ടൻ അവരോട് പറഞ്ഞു, ആടുകളെ, ഞാൻ നിങ്ങളെ എന്തിനാണ് തിരിച്ചുപദ്രവിക്കാത്തതെന്നറിയാമോ? എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളെ ഇടിച്ചാൽ നിങ്ങളെല്ലാവരും തോറ്റുപോകും. അതിനുള്ള ശക്തി എനിക്കുണ്ട്. പക്ഷേ നിങ്ങളെ ഉപദ്രവിക്കാതെ ഞാനിതെല്ലാം സഹിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളെക്കാളും എന്നെക്കാളും ശക്തനായ ഒരു സിംഹം പുറത്ത് എന്നെ അന്വേഷിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ ശബ്ദം കേട്ടാൽ അവനകത്ത് വരും. നിങ്ങളെയും കൊല്ലും, എന്നെയും കൊല്ലും. നമ്മൾ രണ്ടുപേരെ അവൻ കൊന്ന് ആഹാരമാക്കും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. ആടുകൾക്ക് കാര്യം മനസ്സിലായി. ആടുകൾ കാളക്കുട്ടനോട് ക്ഷമ പറഞ്ഞു. പിന്നെ കാളക്കുട്ടനെ ഉപദ്രവിച്ചതേയില്ല. കുറേ കഴിഞ്ഞ് സിംഹത്തിൻ്റെ പാട്ടിന് പോയി.
അപ്പോൾ കാളക്കുട്ടൻ അവരോട് മാപ്പ് പറഞ്ഞ് അവരോട് നന്ദിയും പറഞ്ഞ് അവർ തമ്മിൽ വളരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് കാളക്കുട്ടൻ അവരുടെ വീട്ടിലേക്ക് പോയി. കാളക്കുട്ടൻ അന്നൊരു തീരുമാനമെടുത്തു, ഈ കാടിൻ്റെ ജീവിതമൊന്നും എനിക്ക് അത്ര നല്ലതൊന്നും അല്ല, എനിക്ക് എൻ്റെ യജമാനൻ്റെ അടുത്തുള്ള ജീവിതമാണ് ഏറ്റവും നല്ലത്. കാളക്കുട്ടൻ തീരുമാനമെടുത്തു. കാളക്കുട്ടൻ യജമാൻ്റെ അടുക്കിലേക്ക് പോയി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിൽ നിന്നൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നവരാണ്, നമുക്ക് പപ്പയമ്മയുണ്ട്, നമുക്ക് അധ്യാപകരുണ്ട്, അവരുടെ കരുതലുണ്ട്. പലപ്പോഴും പല കുട്ടികളും അധ്യാപകരിൽ നിന്നും അകലാൻ ശ്രമിക്കും, മാതാപിതാക്കളിൽ നിന്നും അകലാൻ ശ്രമിക്കും. ഒരിക്കലും നല്ലതല്ല, അത് നമുക്ക് അപകടമാണ്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നും അകന്നു പോകാതെ, അധ്യാപകരിൽ നിന്നും അകന്നു പോകാതെ അവരോടൊപ്പം നിൽക്കുന്ന നല്ല കുട്ടികളായി വളരാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവസന്നിധി, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയിലേക്ക് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതികളുടെ മേൽ വാസം ചെയ്യുന്ന സ്വർഗീയ പിതാവായ നല്ല ദൈവമേ, ഈ നല്ല ദിനത്തിൻ്റെ നന്മകളെ അനുഭവിപ്പാൻ തക്കവണ്ണം തന്ന കൃപയ്ക്കും അങ്ങേക്ക് ഞങ്ങൾ സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. വിശേഷമായി ദാമ്പത്യ ജീവിതത്തിൽ ദൈവമേ ഏർപ്പെടുകയും തലമുറകളെ ലഭിക്കാതെ വണ്ണം കർത്താവെ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണം പ്രതിസന്ധിയിലും പ്രയാസത്തിലുമായിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു പൈതലിന് വേണ്ടി, ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനേകം മക്കളെ അവിടുത്തെ കരങ്ങളിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്കും അവരുടെ കണ്ണുനീരിനും കർത്താവെ നിൻ്റെ കൃപയും സാന്നിധ്യവും കൊണ്ട് നിറച്ച് തക്കതായ സമയത്ത് പ്രതിഫലം നൽകി, ഉദരഫലങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ നിങ്ങളെ തലമുറയോളം അനുഗ്രഹിക്കുമെന്ന് പറയുന്ന സ്വർഗസ്ഥ പിതാവിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചുകൊണ്ട് ദൈവമേ, ലോകത്ത് തങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ ദൈവിക കൃപ മുഖാന്തരം വളർത്തുവാനും സ്നേഹിപ്പാനും പരിപാലിക്കുവാനും അവയിലൂടെ നന്മകളെ കണ്ടെത്തുവാനും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്രകാരം ദേശത്തും വിവിധയിടങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അടുത്ത കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യസന്തോഷവും സമാധാനം കൊണ്ട് നിറയ്ക്കണം. ദൈവകൃപയാൽ ഓരോരുത്തരും സൂക്ഷിക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ. മാനവും മഹത്വം സ്വീകരിക്കണമേ. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.